റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്നാൽ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങുന്ന ആളുകളുണ്ട്. ഒരു ഫ്രണ്ടിനെ കോഡ് വന്നു, അവൻ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് വിളിക്കുന്നത്. കേസ് എന്താണെന്ന് വെച്ചാൽ ഒരു LLP അവർ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് സർവീസാണ്. മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു LLP. അവർക്ക് GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. കാരണം ജസ്റ്റ് ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഏതാണ്ട് ഒരു 4 ലക്ഷം 5 ലക്ഷം ടേൺ ഓവർ ആയിട്ടുള്ളൂ. അപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി നോട്ട്. കാരണം സർവീസ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ 20 lakh ടേൺ ഓവർ ക്രോസ് ചെയ്താൽ GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇവരുടെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇവർ ദുബായിലോട്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തത്, അതായത് മാർക്കറ്റിംഗ് സർവീസ്. ദുബായിലുള്ള ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഒരു 20,000 ഒരു 30,000 ചെറിയൊരു എമൗണ്ട് ഇവരെ കറണ്ട് അക്കൗണ്ടിലേക്ക് വന്നു. അതായത് ഡോളറിലുള്ള ഒരു എമൗണ്ട് INR ഇവരെ കറണ്ട് അക്കൗണ്ടിലോട്ട് വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ എടുക്കണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇവിടെ എക്സ്പോർട്ട് ഓഫ് സർവീസ് നടന്നില്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവൻ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് വിളിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവരൊരു ഇത് ഷെയർ ചെയ്താണ്, ഒരു കൺഫ്യൂഷൻ ഷെയർ ചെയ്താണ്, ഇവിടെ എന്തൊക്കെ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും കോമൺ ആയിട്ട് ഇപ്പോൾ CMA സ്റ്റുഡൻസ് ആയാലും CA സ്റ്റുഡൻസ് ആയാലും കോമൺ ആയിട്ട് അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്തല്ല GST രജിസ്ട്രേഷൻ കമ്പൾസറി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നില്ല. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. അതുപോലെ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിലും ₹1 ഗുഡ്സ് ആണ് സെല് ചെയ്യാന്നുണ്ടെങ്കിലും അവിടെ കമ്പൾസറി രജിസ്ട്രേഷൻ ആണ്. പക്ഷേ എക്സ്പോർട്ട് ഓഫ് സർവീസോ അല്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ 20 lakh ടേൺ ഓവർ ക്രോസ് ചെയ്താൽ മാത്രം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഈ ഒരു കാര്യം ഒന്ന് മൈൻഡിൽ വെക്കുക. എല്ലാവർക്കും പെട്ടെന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്പോർട്ട് ഓഫ് സർവീസ് നടന്നിട്ടുണ്ട്, ഇവിടെ നമ്മുടെ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുക്കണോ, പുറത്തുനിന്നുള്ളൊരു ഫണ്ടൊക്കെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്, ദുബായിൽ നിന്നുള്ളൊരു ഫണ്ടൊക്കെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് GST രജിസ്ട്രേഷൻ എടുക്കണമെന്നൊക്കെ ചില ആളുകൾ പറയും. പക്ഷേ GST നിയമം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എക്സ്പോർട്ട് ഓഫ് സർവീസ് അവിടെ എക്സ്പോർട്ട് ഓഫ് സർവീസ് നടന്നു കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ടേൺ ഓവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്താൽ മതി.